ഇതിന്റെ അകത്ത് എവിടെയെങ്കിലുമുള്ള ഹിന്ദുവിൽ ഞാൻ ചോദിച്ചത് ഇത്രയും കൃത്യമായ ഒരു ഉത്തരം സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സമ്മതിച്ചാൽ മതി. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്കിനി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണ്ട, ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന്. 100 വർഷം കൊണ്ടുള്ള ഒരു തിരിച്ചറിവ്, ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാര്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് വിളിക്കാം എന്നാണോ? അഭിലാഷിന് അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതല്ലാതെ ഈ 100 വർഷവും RSS പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നതിനും വളരെ കൃത്യമായ വീക്ഷണമുണ്ട്. വളരെ അതിൻ്റെ അകത്ത് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ട് അക്കാര്യത്തിൽ. ഇപ്പം ഈ നാട്ടിൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഉണ്ട്, ദ ഹിന്ദു എന്ന് പറയുന്നൊരു പത്രമുണ്ട്, ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ഉണ്ട്. ഇതിലെല്ലാം ഉള്ള ഹിന്ദു എന്താണ്? ആ ഹിന്ദു തന്നെയാണ് അതുകൊണ്ട് സമാധാനിക്കാം. അത് തന്നെയാണ് RSSന്റെയും ഹിന്ദു. വേണ്ട അത് ഇതിന്റെ അകത്ത് എവിടെയെങ്കിലുമുള്ള ഹിന്ദുവിൽ ഞാൻ ചോദിച്ചത് ഇത്രയും കൃത്യമായ ഒരു ഉത്തരം സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സമ്മതിച്ചാൽ മതി. അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എനിക്ക് നൽകാൻ കഴിയില്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളിലുള്ള ഹിന്ദുവിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഈ പറഞ്ഞതിന്റെ അകത്തെല്ലാം ഹിന്ദു ഉണ്ട്. എന്താണ് ആ ഹിന്ദു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ഹിന്ദു തന്നെയാണ് RSSന്റെ ഹിന്ദു.